Hello everyone, എൻ്റെ പേര് അരുൺ. ഞാൻ ശ്രീകോവിൽ മെഡിക്കൽ കോളേജ് തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഐ എം ഗോയിങ് ടു പ്രസന്റ് ദ ടോപ്പിക് മസ്കുലർ എൻഡ്യൂറൻസ് ഫിറ്റ്നസ് ടെസ്റ്റ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മസിൽസിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ടു ബ്രിങ് അബൌട്ട് മോഷൻ ഓർ മൂവ്മെന്റ് ഓഫ് ദ ബോഡി ത്രൂ കൺട്രാക്ഷൻ. കൺട്രാക്ഷൻ എന്ന് പറയുന്നത് മസിൽസിന്റെ ഒരു പ്രോപ്പർട്ടി കാരണമാണ് നമ്മളെ ബോഡി മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മസിൽ ആൻഡ് ഇറ്റ്സ് കൺട്രാക്ഷൻ. Now moving on to the topic endurance. Endurance എല്ലാവരും കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ്, എസ്പെഷ്യലി ഇൻ അത്ലറ്റിക് വേൾഡ്. വാട്ട് ഈസ് എൻഡ്യൂറൻസ്? നമ്മുടെ ബോഡി എത്ര പ്രാവശ്യം കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു വിത്തൗട്ട് എനി റെസ്റ്റ് ആൻഡ് വിത്തൗട്ട് ഗെറ്റിംഗ് ഫെറ്റീഗ്. അതിനെയാണ് നമ്മൾ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുന്നെങ്കിൽ നമ്മൾ ഒരു അത്ലറ്റിക്കൽ ഇവന്റ് ആണ് റണ്ണിങ് റേസ്. റണ്ണിങ് റേസിൽ തന്നെ പല ഡിവിഷൻസും ഉണ്ട്. 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ ആൻഡ് അപ് ടു എ മാരത്തോൺ. മാരത്തോണിലാണ് ഏറ്റവും കൂടുതൽ പേഴ്സൺ റണ്ണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഒരു 10 to 15 കിലോമീറ്റേഴ്സ് വരെ മാരത്തോണിൽ റണ്ണ് ചെയ്യുന്നുണ്ട്. സോ അത്രത്തോളം ദൂരം റൺ ചെയ്യുന്ന ആൾക്കാരാണ്. സോ വെൻ കമ്പയറിങ് എ 100 മീറ്റർ റണ്ണർ ആൻഡ് എ മാരത്തോൺ റണ്ണർ, ഹു ഡു യു തിങ്ക് ഹാസ് ദ മോർ എൻഡ്യൂറൻസ്? ഒബ്വിയസ്ലി ഒരു മാരത്തോൺ റണ്ണേഴ്സിനായിരിക്കും. വൈ? ബിക്കോസ് ഒരാൾ റണ്ണ് ചെയ്യുമ്പോൾ നമ്മളെ ലെഗ് മസിൽസ്, കാഫ് മസിൽസ്, കോർ മസിൽസ് എല്ലാ മസിൽസും റിപ്പീറ്റഡ് ആയിട്ട് കൺട്രാക്ഷൻ ഫേസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ഹൈ എൻഡ്യൂറൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ റിപ്പീറ്റഡ് കൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എത്രത്തോളം ഈ റിപ്പീറ്റഡ് കൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റുന്നു അതിനെയാണ് നമ്മൾ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞത് ആദ്യമേ. സോ ഒരു മാരത്തോൺ റണ്ണേഴ്സിന് ഇത്രയും ഡിസ്റ്റൻസ് ഈ റിപ്പീറ്റഡ് ആയിട്ട് കൺട്രാക്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ പോകാൻ പറ്റുന്നു. ബിക്കോസ് ദേ റെസിസ്റ്റ് ഫറ്റീഗ്. അതുകൊണ്ടാണ്. സോ എ മാരത്തോൺ റണ്ണർ ഹാസ് ഹയർ എൻഡ്യൂറൻസ്. സോ അപ്പം നമ്മളൊരു ചോദ്യം വരും, നമ്മൾ എങ്ങനെ ഒരാളെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ചെയ്യുമെന്ന്. ഇപ്പോഴും മാരത്തോൺ റണ്ണേഴ്സിന്റെ എൻഡ്യൂറൻസും അങ്ങനെ ഒരു റണ്ണേഴ്സിന്റെ എൻഡ്യൂറൻസ് ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് അൺഫെയർ അല്ല. ബിക്കോസ് വി ആർ ഓൺലി മെയിൻലി കൺസിഡറിങ് അവരുടെ ലോവർ മസിൽസ്, അവരുടെ കാഫ് മസിൽസ്, ലെഗ് മസിൽസിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഒരു ഓവറോൾ എൻഡ്യൂറൻസ് എങ്ങനെ ചെക്ക് ചെയ്യും? ഇറ്റ് ഈസ് ബൈ ചെക്കിംഗ് ദ എൻഡ്യൂറൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മസിൽസ്. അതിനാണ് നമ്മൾ എൻഡ്യൂറൻസ് ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നത്. അതിൽ മെയിനായിട്ടും 4 എൻഡ്യൂറൻസ് ടെസ്റ്റാണ് ഉള്ളത്. അതിൽ പുഷപ്പ് ടെസ്റ്റ്, സിറ്റപ്പ് ടെസ്റ്റ്, പ്ലാങ്ക് ടെസ്റ്റ് ആൻഡ് സ്ക്വാട്ട് ടെസ്റ്റ്. സ്ക്വാട്ട് ടെസ്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ 3 ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിൽ ആസ് ദ നെയിം സജസ്റ്റ് എല്ലാം പുഷപ്പ് ടെസ്റ്റിന്റെ കാര്യം പറയുന്നെങ്കിൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പുഷപ്പ് എ പേഴ്സൺ ക്യാൻ ഡു ഇൻ എ പെർഫെക്റ്റ് ഫോം. അപ്പം നമ്മളെ പുഷപ്പിൽ മെയിനായിട്ടും ആക്ടിവേറ്റ് ചെയ്യുന്ന മസിൽസ് എന്ന് പറയുമ്പോൾ മാക് മസിൽസ്, കോർ മസിൽസ്, അവരുടെ എൻഡ്യൂറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ദ മോർ ദ നമ്പർ ഓഫ് പുഷപ്പ് എ പേഴ്സൺ ക്യാൻ ഡു, മോർ ദ എൻഡ്യൂറൻസ് ഹി ഹാസ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ സിറ്റപ്പ് ടെസ്റ്റ്. സിറ്റപ്പ് ടെസ്റ്റിൽ വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും കോർ മസിൽസ്, ഹിപ്പ് ഫ്ലെക്സേഴ്സ് അങ്ങനത്തെ ഉള്ള മസിൽസിനെയാണ് നമ്മൾ എൻഡ്യൂറൻസ് ചെക്ക് ചെയ്യുന്നത്. അത് നമ്പർ ഓഫ് സിറ്റപ്സ് വി ക്യാൻ ഡു ഇൻ 1 minute ആണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ്സ് ദ സെക്കൻഡ് എൻഡ്യൂറൻസ് ടെസ്റ്റ്. ആൻഡ് ദ തേർഡ് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഈസ് ദ പ്ലാങ്ക് ടെസ്റ്റ്. ഹിയർ നമ്മൾ കൺട്രാക്റ്റഡ് ഫേസിൽ നമ്മളെ ബോഡി വെച്ചേക്കാണ്, എസ്പെഷ്യലി ദ ബാക്ക് മസിൽസ് ആൻഡ് ദ കോർ മസിൽസ്. ആ മസിൽസിന് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ നേരം പ്ലാങ്ക് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ എൻഡ്യൂറൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് സ്ക്വാട്ട് ടെസ്റ്റ്. സ്ക്വാട്ട് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നു അതിനാണ് സ്ക്വാട്ട് ടെസ്റ്റ്. ബേസിക്കലി നമ്മുടെ ലോവർ ലിംസിലെ മസിൽസിന്റെ എൻഡ്യൂറൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എൻഡ്യൂറൻസ് ഫിറ്റ്നസ് ടെസ്റ്റ്. പിന്നെ ഒരു നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എൻഡ്യൂറൻസ് ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ 2 ടൈപ്പ് മസിൽസ് ഉണ്ട്. അതിൽ ഫാസ്റ്റ് ട്വിച്ച് മസിൽസും ഉണ്ട്, സ്ലോ ട്വിച്ച് മസിൽസും ഉണ്ട്. നമ്മൾ എൻഡ്യൂറൻസ് ചെക്ക് ചെയ്യുമ്പോൾ സ്ലോ ട്വിച്ച് മസിൽസ് ആണ് ചെക്ക് ചെയ്യുന്നത്. കാരണം സ്ലോ ട്വിച്ച് മസിൽസ് ആണ് നമ്മളെ എൻഡ്യൂറൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം ദ മോർ ദ സ്ലോ ട്വിച്ച് മസിൽസ് ഉണ്ട്, അത്രയും കൂടുതലായിരിക്കും അയാളുടെ എൻഡ്യൂറൻസ്. ഫാസ്റ്റ് ട്വിച്ച് മസിൽസ് നമ്മളുടെ സ്പീഡ്, പവറിനൊക്കെ ആയിരിക്കും നമ്മൾ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ പിന്നെ സിമിലർലി ആദ്യം പറഞ്ഞ പോലെ ഒരു റണ്ണറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 100 meter runner has more fast twitch muscles, so he has more speed and power. But നമ്മൾ മാരത്തോൺ റണ്ണേഴ്സിന്റെ കാര്യം നോക്കുന്നെങ്കിൽ he has more slow twitch muscle which accounts for its high endurability.
എൻഡ്യൂറൻസ്. ഓക്കെ, സോ അതാണ് രണ്ട് ടൈപ്പ് മസിൽസ്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ മൈ ടോപ്പിക്. താങ്ക് യു ഫോർ ലിസണിങ്.